അഡ്വക്കേറ്റ് VP ശ്രീ പത്മനാഭൻ, കേരളം ഇന്ന് നമുക്കറിയാം വലിയൊരു ദുരന്തമുഖത്ത് നിൽക്കുകയാണ്. ഏത് ഭീകരവാദവുമായി ബന്ധപ്പെട്ട് എന്ത് കേസെടുത്താലും അതിന് ഒരറ്റം കേരളത്തിലുണ്ടാകുന്നൊരവസ്ഥ. എലത്തൂർ സ്ഫോടനവും എലത്തൂർ ട്രെയിൻ തീവെപ്പും ഇങ്ങനെ സമാനതകളില്ലാത്തൊരു സംഭവം കേരളത്തിൽ ഉണ്ടായതാണ്. അതിൽ നമുക്കറിയാം സംസ്ഥാന പോലീസ് ആദ്യഘട്ടത്തിൽ എടുത്ത നിലപാട് എന്തായിരുന്നു. പിന്നീട് NIA വന്നപ്പോഴാണ് ഷാരൂഖ് ഫേസി എന്ന് പറയുന്ന ആൾ ആരാണ്, ഇയാൾക്കുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം അനാവരണം ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ സതീഷ് വസന്ത് ചോദിക്കുകയാണ്, എന്ത് ഗുണമാണ് ഇത്തരം കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനും LDFനും പിണറായിക്കും കിട്ടാനുള്ളത് എന്ന് അങ്ങയുടെ മറുപടി? അല്ല, ഇവിടെ ഈ ഇസ്ലാമിക തീവ്രവാദത്തെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വലിയ വിഷമമാണ്, വലിയ കയ്യറപ്പാണ്. ഏതെങ്കിലും രീതിയിൽ അത്തരത്തിൽ ആരെങ്കിലും പ്രവർത്തിച്ചാൽ ഉടനെ അയാളെ മാനസിക രോഗിയായി ചിത്രീകരിക്കുകയാണ്. ഗുരുവായൂരൊരു മാനസിക രോഗി, ഇതപ്പോൾ കഴിഞ്ഞ ആഴ്ച മാറാടൊരു മാനസിക രോഗി, ഇങ്ങനെ മാനസിക രോഗികളുടെ എണ്ണം കൂടി വരികയാണ്. കേരള പോലീസിൽ ഇത്രയേറെ മനഃശാസ്ത്രജ്ഞന്മാരുണ്ട്, അല്ലെ സൈക്കാട്രിസ്റ്റുകളുണ്ട് എന്ന് ഞാൻ അറിയില്ലായിരുന്നു. ഈ കേരളത്തിൽ ഉണ്ടായൊരു വിഷയം എന്താ അറിയോ, ഈ ഇംഗ്ലീഷിൽ പറയിട്ട് കോൾ എ സ്പെയ്ഡ്. ഒരു കാര്യത്തെ യഥാർത്ഥത്തിൽ അതിങ്ങനെയാണ്, എന്താണോ അത് അങ്ങനെയാണ് എന്ന് വിളിക്കാൻ അതിന് വലിയ മടിയാണ് ഈ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ കാര്യത്തിൽ. ഇതിൻ്റെയൊക്കെ ഒരു വിഷയം എന്താ അറിയോ, നിങ്ങൾ നോക്ക്, ഈ വിദ്വാൻ ഇയാൾ വരുന്നത് ഡൽഹിയിൽ നിന്നാണ്. ഇയാൾ നേരെ വരുന്നത് കേരളത്തിലേക്കാണ്. കേരളത്തിൽ വന്ന് കേരളത്തിലെ ഒരു ജംഗ്ഷനായ ഷൊർണൂർ ഇറങ്ങുന്നു. വേറെ ഏതെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങും പോലെയല്ല ഷൊർണൂരിൽ ഇറങ്ങുന്നത്. ഷൊർണൂർ എന്ന് പറഞ്ഞാൽ ധാരാളം തീവണ്ടികൾ വരികയും പോവുകയും ചെയ്യുന്ന, ഒരു തീവണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരാളെ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ അയാളെ ഒന്ന് നോട്ട് ചെയ്യാനോ സാധ്യമല്ലാത്ത സാഹചര്യമുള്ള 3 ഭാഗത്തു നിന്നും തീവണ്ടികൾ വരുന്ന, 3 ഭാഗത്തേക്ക് തീവണ്ടികൾ പോകുന്ന, ഈ ദിവസത്തിൽ 2-3 തീവണ്ടികൾ 4മതൊരു ഭാഗം, അതായത് നിലമ്പൂരിലേക്കും പോകുന്ന ഒരു സ്റ്റേഷനാണ്. അപ്പോൾ ഈ ഷൊർണൂർ സ്റ്റേഷൻ തിരഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യം എന്താ, ഡൽഹിയിലെങ്ങാൻ കിടക്കുന്ന ഒരു വിദ്വാന് ഇന്ന് വരെ ഡൽഹി വിട്ട് പുറത്തു പോയിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങോട്ട് മനസ്സിലേക്ക് എങ്ങനെ ഷൊർണൂർ സ്റ്റേഷൻ വന്നു? ആരെങ്കിലും ഉപദേശിക്കാതെ, ആരെങ്കിലും പറഞ്ഞു കൊടുക്കാതെ ഒന്നും ഷൊർണൂർ സ്റ്റേഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് വരില്ല. ഈ വ്യക്തി ഇപ്പം പറയപ്പെടുന്നത് ഇയാൾ ഇൻടോക്സിക്കേറ്റഡ് ആണെന്നാണ്. ഇയാൾ ഈ സാക്കിർ നായിക്ക് പോലുള്ള ആളുകളുടെ പ്രസംഗങ്ങൾ സ്ഥിരമായി കേൾക്കുന്നു. ഈ അന്താരാഷ്ട്ര ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുടെ സൈറ്റുകൾ കൃത്യമായിട്ട് ഇയാൾ എന്താ പറയുക ബ്രൗസ് ചെയ്യുന്നുണ്ട്. ഇയാൾ യൂട്യൂബിൽ പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്. നോക്കൂ, പണ്ടത്തെ പോലെയല്ല. പണ്ട് ഒരു സംഘടനയിൽ ചേരാനും പ്രവർത്തിക്കാനും ഒക്കെ ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റി വേണം. ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. ഒരു സംഘടനയായി ബന്ധപ്പെടാനും സംഘടനയുടെ ആദർശങ്ങൾ ഉൾക്കൊള്ളാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള പ്രചോദനം ലഭിക്കാനുമൊക്കെ ഒരു മൊബൈൽ ഫോൺ മതി. അത്രയേറെ നമ്മുടെ വിവര സാങ്കേതിക വിദ്യ വളർന്നു കഴിഞ്ഞു. അത്രയേറെ വിവര സാങ്കേതിക വിദ്യയെ ഇത്തരത്തിലുള്ള സംഘടനകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ സാക്കിർ നായിക്ക് എന്ന് പറയുന്ന ആൾ ചില്ലറക്കാരനല്ല. ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ സ്ഥാപകൻ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നേതാവ് അസർ മസൂദിനെ പോലെയോ അതല്ലെങ്കിൽ ലഷ്കർ എ തോയ്ബയുടെ ഹാഫിസ് സെയ്ദിനെ പോലെയോ തന്നെ ഒരു അപകടകാരിയായ ഒരാളാണ്. അത്രയേറെ അപകടകാരിയായ ഒരാളാണ്. ഇയാളുടെ പ്രസംഗങ്ങൾ അതിതീവ്രമാണ്, അതിവിനാശകരമാണ്, വളരെ പ്രകോപനപരമാണ്. ഒരു ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് ഒരു ദിവസം പോലും വെച്ച് പൊറുപ്പിക്കാൻ, അതായത് പൊതുസമൂഹത്തിൽ വെച്ച് പൊറുപ്പിക്കാൻ പറ്റാത്തൊരു വിദ്വാനാണ്. ഇയാളെയാണ് UPA സർക്കാർ ഇന്ത്യ ഭരിക്കുമ്പോൾ മുസൂറിയിലെ IAS IPS അതായത് UPSC പാസ്സായ സിവിൽ സർവൻസ് ആവാൻ പോയി ട്രെയിനിങ് നടക്കുന്ന ആളുകൾക്ക് ക്ലാസ് എടുക്കാൻ കൊണ്ടുപോയി. വളരെ കൗതുകരമായൊരു കാര്യമാണിത്. ഈ സാക്കിർ നായിക്കിനെ മുസൂരിയിലെ ട്രെയിനിങ് സെൻറ്ററിൽ ക്ലാസ് എടുക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് UPA സർക്കാരിൻ്റെ കാലത്ത്.
അതെ, മോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഇവൻ അപകടകാരിയെന്ന് മനസ്സിലാക്കി ഇവനെതിരെ നടപടിയാവുമ്പോഴേക്കും നാട് വിട്ട് എവിടെയോ മലേഷ്യയിലോ എവിടെയോ പോയി തടി രക്ഷപ്പെടുത്തിയതാണ്. ഇപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പടച്ചുവിടുകയാണ്. ഇതിൻ്റെയൊക്കെ ഫലമായി ഇൻടോക്സിക്കേറ്റഡ് ആയ ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ. ഇവർ അത്യന്തം അപകടകാരികളായ ഈ ലോൺ വൂൾഫ്സ് ആണ്. ഈ കുറേ ആൾ കൂട്ടായി പ്രവർത്തിക്കുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നോട്ടീസ് ചെയ്യപ്പെടും. രഹസ്യാന്വേഷണ വിഭാഗത്തിനും മറ്റ് എന്താ പറയുക തീവ്രവാദ വിരുദ്ധ സേനയ്ക്കൊക്കെ അവരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടും. പക്ഷെ ഒരുത്തൻ ഒറ്റയ്ക്ക് ഇൻടോക്സിക്കേറ്റഡ് ആയി ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ അത് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കില്ല. ഓപ്പറേഷൻ കഴിഞ്ഞിട്ടേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള അത്യന്തം അപകടകാരിയായ ഒരു വ്യക്തിയെ അന്ന് കേവലം ഒരു എന്താ പറയുക ഒരു ക്രിമിനൽ പ്രവൃത്തി ചെയ്ത ആളായിട്ട് മാത്രമാണ് കണ്ടത്. ഇയാൾ ഇസ്ലാമിക തീവ്രവാദിയാണ്. ഇയാളെ അന്ന് അവിടെ പിടിച്ചത് മുംബൈ പോലീസിൻ്റെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡുണ്ട്, ATS മിടുക്കുകൊണ്ടാണ്. ഇല്ല, അത് രക്ഷപ്പെട്ടു പോവുമായിരുന്നു. എത്തിപ്പെട്ടത് മഹാരാഷ്ട്രയിലായതുകൊണ്ട് അവർക്ക് ഈ സാധനങ്ങളൊക്കെ വേഗം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അവർ ആ കാര്യത്തിലൊക്കെ ഇന്ത്യയിൽ നമ്പർ 1 ആണ്. അവർ പെട്ടെന്ന് പിടിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന ശേഷം ആ കൊണ്ടുവരുന്ന വഴിക്കുണ്ടായ തമാശകളൊക്കെ അറിയാലോ. അവസാനം ഒരു IPS ഓഫീസർക്ക് സസ്പെൻഷൻ വരെ കിട്ടി. ഇവിടെ കൊണ്ടുവന്ന് പോലീസിൻ്റെ കയ്യിൽ നിന്നും അന്വേഷണം NIA പോകുന്നത് വരെ ഇതൊരു ഇസ്ലാമിക തീവ്രവാദ ഭീകരവാദ പ്രവർത്തനമാണ് എന്ന രീതിയിലുള്ള ഒരു നിഗമനത്തിൽ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ എത്താൻ തയ്യാറായിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം. അപ്പോൾ ഇതൊക്കെ കേവലം എന്താ പറയുക ചില സാമുദായിക വോട്ടുകൾക്ക് വേണ്ടിയും ചില എന്താ പറയുക ചില വ്യക്തികളെയും സംഘടനകളെയും ഒക്കെ സന്തോഷിപ്പിക്കാനും വേണ്ടിയാണ്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന, അതായത് ജമ്മു കാശ്മീരിനെ ഇന്ത്യയിൽ നിന്നും മോചിപ്പിക്കുമെന്ന് പാക് അധിനിവേശ കാശ്മീരിൽ പോയി പ്രസംഗിച്ചവരാണ്. അത് ഏഷ്യാനെറ്റും ജനം ഉൾപ്പെടെയുള്ളവർ ഇന്ത്യയിലെ പ്രമുഖ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് ഹമാസിൻ്റെ നേതാക്കന്മാർ POK പാക് അധിനിവേശ കാശ്മീരിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട് ഈ ലഷ്കർ-ഇ-തോയ്ബയുടെ ഒക്കെ പൊതുയോഗത്തിൽ, അത് ഇന്ത്യയിൽ നിന്നും കാശ്മീരിനെ മോചിപ്പിക്കുമെന്ന്. ആ ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചപ്പോൾ ഇസ്രയേൽ കനത്ത തിരിച്ചടി കൊടുത്തു. അതിൻ്റെ പേരിൽ ഇസ്രയേലുമായിട്ട് ചില സൈനിക ബന്ധങ്ങളുള്ള, ചില സാങ്കേതിക ബന്ധങ്ങളുള്ള, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ചില ബന്ധങ്ങളുള്ള ടാറ്റയെ ബഹിഷ്കരിക്കും, സൂഡിയോനെ ബഹിഷ്കരിക്കുമൊക്കെ പറഞ്ഞിട്ട് ബഹളുണ്ടാക്കുകയാണ് ഇവിടെ. അത്തരത്തിൽ അപകടകരമായ ആഹ്വാനങ്ങൾ വരെ കേരളത്തിൽ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനകൾക്ക് അനുകൂലമായ നിലപാടുകൾ വരെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള സൈനിക സഹകരണം ഇവർക്ക് അറിയില്ല. നമ്മൾ പാകിസ്ഥാനിലേക്ക് ഇന്നാൾ പറഞ്ഞയച്ച സൂയിസൈഡ് ഡ്രോണുകളൊക്കെ ഇസ്രയേലിന് ഇറക്കുമതി ചെയ്താണ്. നമ്മൾ ഒരുപാട് തവണ നമുക്ക് അത്യാവശ്യം വന്ന സമയത്ത് സൈനിക ഉപകരണങ്ങൾ തന്നിട്ട് സഹായിച്ചവരാണ് ഇസ്രയേൽ, മറ്റു പലരും തയ്യാറാവാതിരുന്ന സമയത്ത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മനോഭാവം ഇന്നിപ്പോൾ കേരളത്തിലുണ്ട്. അത് ബഹിഷ്കരിക്കണം. പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല ഇവിടെ, വേറെ വിഷയം. എങ്കിലും ഇത്തരത്തിലുള്ള സംഘടനകളെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി വോട്ടിന് വേണ്ടിയൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. ഇവരുടെയൊക്കെ മുഖത്ത് പ്രസാദഭാവം വരുത്താൻ, സന്തോഷം വരുത്താൻ വേണ്ടിയാണ് ഈ വിദ്വാനെ ഒരു തീവ്രവാദിയായി ചിത്രീകരിക്കാനോ അത്തരത്തിലുള്ള ഒരു ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ കേരള പോലീസിനെ അനുവദിക്കാതെ ഇരുന്നതും അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്.